നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വളർച്ചയിൽ പലർക്കും ഉത്കണ്ഠയുണ്ട്. ഇതിനുള്ള പ്രതികാരമായാണ് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത് ഇ.പി. ജയരാജൻ. PSC പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം. ഹോൾ ടിക്കറ്റ് പരിശോധനയ്ക്കിടെ പരീക്ഷ എഴുതാനെത്തിയ ആളിറങ്ങിയോടി. ഇന്ത്യ ഫൈനലിൽ അണ്ടർ-19 ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയെ തകർത്തത് 2 വിക്കറ്റുകൾക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വളർച്ചയിൽ പലർക്കും ഉത്കണ്ഠയുണ്ട്. അതിനുള്ള പ്രതികാരമായാണ് കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ. സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചാൽ കേരളം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കുറയുമെന്നും അങ്ങനെ വരുമ്പോൾ ജനപ്രീതി നഷ്ടപ്പെടുമെന്നുമാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് BJP അവരോടൊപ്പം ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വച്ചു പുലർത്തുന്ന കോൺഗ്രസിനെയും ഇതിൽ കൂടെ കൂട്ടുന്നത്. PSC പരീക്ഷയ്ക്കിടെ ആൾമാറാട്ട ശ്രമം. തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിൽ PSC ഹോൾ ടിക്കറ്റ് പരിശോധനയ്ക്കിടെയാണ് പരീക്ഷ എഴുതാനെത്തിയ ആളിറങ്ങിയോടിയത്. രാവിലെ നടന്ന യൂണിവേഴ്സിറ്റി LGS പരീക്ഷയിലാണ് സംഭവം നടന്നത്. ഇനി കായിക വാർത്ത. അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യൻ ടീം ഫൈനലിൽ. സൗത്ത് ആഫ്രിക്കയെ 2 വിക്കറ്റുകൾക്ക് തകർത്താണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. സഹാറ പാർക്ക് വില്ലാവൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 244 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇന്ത്യൻ ബാറ്റിംഗിൽ സച്ചിൻ ദാസ് 95 പന്തിൽ 96 റൺസ് നേടി മികച്ച വിജയം നേടി. 11 ഫോറുകളും 1 സിക്സറും ഉൾപ്പെടുന്നതായിരുന്നു സച്ചിന്റെ തകർപ്പൻ പ്രകടനം. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.